124 സങ്കീർത്തനം 1-2 വാക്യം. ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാനുള്ള ഭാഗ്യം കർത്താവ് തന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 120 സങ്കീർത്തനം മുതൽ 135 വരെയുള്ളതായ സങ്കീർത്തനങ്ങളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ സങ്കീർത്തനങ്ങളുടെ അധ്യായങ്ങളുടെ മുൻപിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ദാവീദിന്റെ ആരോഹണ ഗീതം, ഇല്ലായെങ്കിൽ ശലോമോന്റെ ആരോഹണ ഗീതം. എന്താണ് ഈ ആരോഹണ ഗീതം? ആരോഹണം എന്ന് പറഞ്ഞാൽ താഴ്ന്ന സ്ഥലത്ത് നിന്ന് ഉയരത്തിലുള്ളതായ കൊടുമുടിയിലും പർവ്വതങ്ങളിലും കയറുന്നതായ, പകിടുകൾ ചവിട്ടി കയറുന്നതായ ആ ഒരു അനുഭവത്തെയാണ് ആരോഹണം, കയറ്റം. താഴ്ന്ന അവസ്ഥയിൽ നിന്നും കൊണ്ട് ദാവീദ് പറയുകയാണ്, ഇസ്രായേലേ, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതായ നിങ്ങളുടെ താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് കയറുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ സംസാരിക്കേണ്ട വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ എന്നുള്ളതായ ഒരു നന്ദി പ്രകടനം ദൈവസന്നിധിയിൽ നാം കാണിക്കുമ്പോൾ അത് നമ്മെ താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്നതായ ഒരനുഭവം നമുക്കുണ്ടാകും. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ നാം താഴ്ചയിലായിരുന്നു. നമ്മുടെ മനസ്സ് താണു, ഹൃദയം താണുപോയി, തകർന്നുപോയി, ദുഃഖിച്ചു, വേദനിച്ചു, കരഞ്ഞു. നമുക്കുള്ളവരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ സ്വന്തം മകനും, ദാവീദിന് അങ്ങനെ വളരെ പറയുവാനുണ്ട്. തന്നോടൊപ്പം ഭക്ഷിച്ചവരും താൻ സഹായിച്ചവരും തന്റെ സ്വന്തം മകനും കൂടെ തനിക്കെതിരായി നിന്ന് കണ്ടപ്പോൾ തന്നെ സംഹരിക്കുവാനും തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ ജീവിതത്തെയും ഒക്കെയും ഈ ഭൂമിയിൽ വെറുമൊരു ഓർമ്മയായി വയ്ക്കത്തക്ക രീതിയിൽ അവന് വിരോധമായി സംസാരിച്ചപ്പോൾ, നോക്കൂ, നമുക്കുണ്ടാകുന്നതായ ഏത് എതിർപ്പിന്റെയും ഏത് കലക്കത്തിന്റെയും ഏത് ഉപദ്രവത്തിന്റെയും പിന്നിൽ ഒരു മനുഷ്യകരം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും നമുക്കെതിരായി വരുന്നതായ ഉപദ്രവങ്ങളെ നാം ശത്രു എന്നുള്ളതായ, അല്ലെങ്കിൽ ശത്രുവിന്റെ പോരാട്ടം എന്നൊരു ലേബൽ കൊടുത്ത് നമ്മൾ തന്നെ സായുജ്യമടയാറുണ്ട്. എന്നാൽ ദാവീദ് ഇവിടെ സംസാരിക്കുകയാണ്, മനുഷ്യർ നിന്നോട് എതിർത്തപ്പോൾ എന്ന് പറഞ്ഞാൽ, നിന്റെ സ്വന്തക്കാരും നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ സഹോദരങ്ങളും നിന്റെ സ്വന്തം വീട്ടുകാരും ഒക്കെയും നിനക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ ആണെങ്കിലും നിന്നോട് എതിർക്കുന്നതായ ഭാവം അവരിൽ ഉണ്ടാകുമ്പോൾ അവർ മനുഷ്യരുടെ ഒരു കവചം അല്ലെങ്കിൽ ഒരു മുഖാവരണം അവർക്കുണ്ടാകുന്നു. അവർ സ്വന്തക്കാരെന്നുള്ള രീതിയിലല്ല നമ്മളോട് എതിർക്കുന്നത്, അവരുടെ സഹോദരൻ എന്നുള്ള രീതിയിലല്ല നമ്മോട് എതിർക്കുന്നത്, അവരുടെ പിതാവ് എന്നുള്ള രീതിയിലല്ല, മാതാവ് എന്നുള്ള രീതിയിലല്ല അവരെതിർക്കുന്നത്. അവരിൽ ഒരു ചിന്ത, ഒരു മനുഷ്യഭാവം, മനുഷ്യ സ്വഭാവം ഉണ്ടാകുന്നു. അത് മറ്റുള്ളവരെ എതിർക്കുക, താഴ്ത്തുക, മുടിക്കുക, കൊന്നുകളയുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആ വിചാരം. അത് മാനുഷികമാണ്. എല്ലാ രീതിയിലുമുള്ളതായ ലോക മനുഷ്യരിലും ആത്മീക മനുഷ്യരിലും ഈ പ്രവണതയുണ്ടാകാം. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോട് ദാവീദ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ പറയുകയാണ്, അല്ലയോ ഇസ്രായേലേ, നിന്റെ താണ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു ഉയർച്ച വരണമെങ്കിൽ, നിന്റെ സങ്കടത്തിൽ നിന്ന് നിനക്കൊരു രക്ഷ വേണമെങ്കിൽ, ശരിയാണ്, നിനക്ക് വേദനിപ്പിക്കുന്ന രീതിയിലുള്ളതായ അനേക എതിർപ്പുകൾ നിനക്ക് സന്ധിക്കേണ്ടതായി വന്നിട്ടുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത പല ദുഃഖങ്ങളും നിന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായ ഒരു ദുരവസ്ഥ നിന്നെ വേട്ടയാടിയിട്ടുണ്ട്. നിന്റെ ഹൃദയം തകർന്നുപോയി, മനസ്സ് തകർന്നുപോയി, നിന്നെ വേദനിപ്പിച്ചു, നിനക്ക് സഹിക്കാൻ കഴിയത്തില്ല. അത് നിന്റെ താഴ്ചയാണ്. ഈ താഴ്ചയിൽ നിന്ന് നിനക്കൊരു ഉയർച്ച വേണമോ? അങ്ങനെയെങ്കിൽ നീ എന്തു ചെയ്യണം? ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറയണം, മനുഷ്യർ എന്നോട് എതിർത്തപ്പോൾ, എന്നെ മുടിച്ചു കളയുവാൻ മനുഷ്യർ പരിശ്രമിച്ചപ്പോൾ, ഒരു വെള്ളച്ചാട്ടം പോലെ അവരെന്നോട് പോരാടിയപ്പോൾ, വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഞാൻ എന്റെ പ്രാണനെ രക്ഷപ്പെടുത്തുവാൻ എന്നെ സഹായിച്ചത് എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്നതായ പോരാട്ടങ്ങൾ പലപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടും നമുക്കുണ്ടാകാം.
നമ്മുടെ വാക്കുവെച്ചുകൾ കൊണ്ട്, നമ്മുടെ പരിജ്ഞാനക്കുറവ് കൊണ്ട്, നമ്മുടെ ബുദ്ധികേട് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട്, നമ്മുടെ പല കുറവുകൾ കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മനുഷ്യർ നമുക്ക് ശത്രുക്കളായി തീരാം. എന്നാൽ ദൈവസന്നിധിയിൽ ചെന്ന് അതിനെ പശ്ചാത്തപിക്കുന്നതായ ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടെങ്കിൽ, മനസ്സ് തകർന്നവരെ, ഹൃദയം നുറുങ്ങിയവരെ, മനസ്സ് തകർന്നവരെ ദൈവം രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വരും. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവത്തിന്റെ സമ്പത്താണ്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നീതിമാനാണ്. അവനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വരും. മനുഷ്യർ ആരും ദൈവത്തോട് എതിർത്ത് അവനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളതായ ഒരു ആരോഹണത്തിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക്, താഴ്ചയുടെ ഭാഗത്തു നിന്ന് ഈ പ്രഭാതത്തിൽ മനുഷ്യ ജീവിതങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. പലപ്പോഴും നീ വേദനയിലായിരുന്ന കാലങ്ങളുണ്ട്. നിന്റെ സ്വന്തക്കാർ, വീട്ടുകാർ, നീ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിനക്കെതിരായി പോരാടിയതായ പല സന്ദർഭങ്ങളും അവർ മാനുഷിക വേഷം ധരിച്ചുകൊണ്ട്, മാനുഷിക വാക്കുകൊണ്ട്, മാനുഷിക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, മാനുഷികമായ രീതിയിൽ നിന്നോട് പോരാടിയതായ സന്ദർഭങ്ങൾ കണ്ടുകൊണ്ട് വേദനിച്ച് കരഞ്ഞതായ സന്ദർഭങ്ങളില്ലേ? ആത്മീക ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നീ ചെയ്തിട്ടുള്ളതും ചെയ്യാത്തതുമായ കുറ്റങ്ങൾ എന്തിക്കൊണ്ട് നിനക്കെതിരായി പോരാടിയതായ അനേക സന്ദർഭങ്ങൾ, അവിടെയൊക്കെ ഒരു മനുഷ്യകരമുണ്ടായിരുന്നു. നിനക്ക് കാണുവാൻ കഴിയത്തില്ലെങ്കിലും അതിന്റെ പിന്നിൽ ഒരു മനുഷ്യ ആലോചന ഉണ്ടായിരുന്നു. അത് സർവശക്തന് അറിയുന്നു. എന്നാൽ മനുഷ്യന്റെ കയ്യിൽ നിന്ന്, വേട്ടക്കാരന്റെ കടിയിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നവനായ ഒരു സർവശക്തൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ ചെന്ന് നിനക്കൊരു കാര്യം നിന്റെ വായ കൊണ്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ജനം മനസ്സിൽ ചിന്തിച്ചാൽ പോരാ. അവൻ ദൈവസന്നിധിയിൽ ചെന്ന് ദാവീദ് പറയാണ്, ഇസ്രായേലേ, നീ പറയണം, നിന്റെ നാവ് കൊണ്ട് നീ എടുത്ത് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മനുഷ്യർ എന്നോട് എതിർത്തപ്പോൾ, മനുഷ്യർ എനിക്കെതിരായി നീങ്ങിയപ്പോൾ, എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെയും എന്റെ ഉറ്റ സ്നേഹിതന്മാർ എനിക്കെതിരായി എഴുന്നേറ്റപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് ദൈവം നിന്നെ താങ്ങി നിന്റെ താഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്തി വിശാലതയിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, താഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്തുന്നതായിരിക്കണം. നിന്റെ സംഗീതം നിന്നെ താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നതാകരുത്. നീ ദൈവസന്നിധിയിൽ പാടുന്നതായ പാട്ടുകൾ അത് ആരോഹണങ്ങളായിരിക്കണം. ഇല്ലായെങ്കിൽ ദൈവത്തോട് നന്ദിയില്ലാത്തവർ, ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ സമ്മതിക്കുവാൻ കഴിയാത്തവർ, അവരുടെ ജീവിതത്തിലെ സംഗീതങ്ങൾ അവർക്ക് അവരോഹണമാകും. നിന്റെ ജീവിതത്തിലെ സംഗീതം, പാട്ട്, ചിന്ത, പ്രാർത്ഥന, വാക്കുകൾ അതെല്ലാം നിന്നെ അവരോഹണം ചെയ്യുന്നതാകരുത്, നിന്നെ ആരോഹണം ചെയ്യുന്നതായിരിക്കണം. മുകളിലേക്ക് കയറ്റുന്നത്, ഇന്നലത്തെ താഴ്ചയിൽ നിന്ന് നിന്നെ ഇന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്, ഇന്നലത്തെ താഴ്ച ചിന്താഗതിയിൽ നിന്ന് ഒരു ഉയർന്ന മനോഭാവത്തിലേക്ക്, ഒരു പ്രത്യാശയുടെ താഴ്വര നീ കണ്ടതുപോലെ ഒരു സർവശക്തൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതായ അത്യുന്നതന്റെ കരത്തെ കണ്ട് ആശ്വസിക്കുന്ന ഒരു ഭക്തന്റെ നിലപാട്, ഒരു നീതിമാനെ പോലെ നീ ചിന്താഗതിയിൽ നീ വളർച്ചയുള്ളവനാകുമ്പോൾ ദൈവം നിന്റെ കരത്തെ പിടിച്ചുകൊണ്ട് നിനക്ക് കയറുവാൻ കഴിയാത്തതായ പർവ്വത മുകളിലേക്ക്, കൊടുമുടിയുടെ മുകളിലേക്ക് നിന്നെ അവൻ കൊണ്ടുപോകുന്ന കാഴ്ച നിനക്ക് അനുഭവിക്കാൻ അറിയാൻ കഴിയും. അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഉയർച്ചയെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ചില 127 സങ്കീർത്തനം വായിക്കുമ്പോൾ ശലോമോന്റെ ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പൻ ആ താഴ്ചയിൽ നിന്ന് ഉയരുന്നത് അവൻ കണ്ടു. ആ ശലോമോൻ അവന്റെ മകനും കണ്ടു. ആ ശലോമോനും പിന്നെ സംഗീതം പാടുവാൻ തുടങ്ങി. ശലോമോന്റെ ആരോഹണ ഗീതം, അപ്പൻ പാടിയതായ സംഗീതം മകൻ ഏറ്റുപാടി. എന്റെ താഴ്ചയിൽ ഞാൻ നശിച്ചു പോകുന്നവനല്ല. മനുഷ്യർ എനിക്കെതിരായി ഉയർന്നിരുന്നാലും എഴുന്നേറ്റിരുന്നാലും ശരി, ഏത് മനുഷ്യരുടെ കൂട്ടുകെട്ടുകൾ എനിക്കെതിരായി ഉണ്ടായിരുന്നാലും ശരി, അതിൽ നിന്നൊക്കെയും എന്നെ വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ നാമത്തിലിരിക്കുന്നു. ആ നാമം നീ ആശ്രയിക്കുമ്പോൾ ആ നാമം നിന്നെ വിടുവിക്കുക മാത്രമല്ല, നിന്നെ ഉയർത്തുന്നതാണ്. ഈ പ്രഭാതത്തിൽ ഒരു ആരോഹണ സംഗീതം പാടുവാൻ ശക്തിയുള്ള നാവുകൾ ദൈവസന്നിധിയിൽ നീ പ്രാപിക്കുമെങ്കിൽ, നിനക്കതിനെ സ്വന്തമാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ മനുഷ്യരുടെ എതിർപ്പുകളിൽ, മനുഷ്യരുടെ വാക്കുകളിൽ നീ തകർന്നു പോകുന്നവനല്ല. നീ താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് ചവിട്ടി, പകിടുകൾ ചവിട്ടി നീ ഉയരുന്നവനായിരിക്കും. നിന്നെ താഴ്ത്തിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ ആത്മബലം ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളാൽ നിനക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.